എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുടുംബജീവിതം നയിക്കുന്ന ദമ്പതിമാരോട് കർത്താവിൻ്റെ അഭിമുഖ സംഭാഷണം. കടപ്പാട്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. മറിയം വാൾത്തോർത്ത ബുക്കിൽ നിന്നും. മറിയം വാൾത്തോർത്തയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സാധാരണ അസ്വസ്ഥതയുണ്ടാക്കുന്ന സാത്താൻ നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും ഇടയ്ക്ക് കടന്നുകൂടി. അല്ല, അവൻ നിന്നിലേക്ക് കടന്നു വന്നു. ക്രമക്കേടായുള്ള ഒരു സ്നേഹം കൊണ്ട് ഭാര്യയെ സ്നേഹിക്കാൻ പ്രലോഭിപ്പിച്ചു. സ്നേഹം ക്രമരഹിതമാകുമ്പോൾ അത് വിരോധമായി തീരുന്നു. ഒരു പുരുഷൻ്റെ ഇന്ദ്രിയ ഇച്ഛയിൽ അവൻ പണിയെടുത്ത് നിന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. കാരണം അവിടെയാണ് നിൻ്റെ പാപം ആരംഭിച്ചത്. ഒരു ക്രമം തെറ്റലിൽ നിന്നും പുതിയതും കൂടുതൽ ഗൗരവമേറിയതുമായ ക്രമക്കേടുകൾ ഉണ്ടായി. നിൻ്റെ ഭാര്യയിൽ നീ ഒരു നല്ല സഖിയെയും നിൻ്റെ മക്കളുടെ അമ്മയെയും മാത്രമല്ല നീ കണ്ടത്, പിന്നെയോ ഐന്ദ്രികാസുഖത്തിനുള്ള ഒരു വസ്തുവിനെയും കൂടെയാണ്. അത് നിൻ്റെ കണ്ണുകളെ കാളയുടെ കണ്ണുപോലെയാക്കി. എല്ലാം വ്യത്യാസപ്പെട്ട് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് നിൻ്റെ ഭാര്യയെയും നീ കണ്ടത്. നിൻ്റെ ഇന്ദ്രിയാനന്ദത്തിന് വേണ്ടിയുള്ള ഒരു വസ്തു. മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെയാകുമെന്ന് നീ ചിന്തിച്ചു. അതിൽ നിന്നും അസൂയ, പനി, നിൻ്റെ യുക്തിഹീനമായ ഭയം, പാപകരമായ നിൻ്റെ ഔദാര്യം എല്ലാം കൂടി അവളെ ഭയപ്പെടുത്തി. അവളെ ബന്ധനസ്ഥനാക്കി, മർദ്ദിതയാക്കി, ഭൂഷണങ്ങളും ചാർത്തി. നീ അവളെ തല്ലുന്നില്ല, പരസ്യമായി അവഹേളിക്കുന്നില്ല എന്നെല്ലാം നുണ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിൻ്റെ സംശയം ഒരു വടിയാണ്. നിൻ്റെ വിശ്വാസമില്ലായ്മ ഭൂഷണമാണ്. നീ ചിന്തിക്കും അവൾ വിശ്വസ്തത കാണിക്കുന്നുണ്ടാകും എന്ന്. അത് ഭൂഷണമാകും. അവളെ നിൻ്റെ പദവി അനുസരിച്ച് ബഹുമാനിക്കുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ട് എന്ത് ഉപകാരം? നിങ്ങളുടെ വീട്ടിനുള്ളിലെ രഹസ്യ ജീവിതത്തിൽ ഒരടിമയേക്കാൾ ഹീനമായ രീതിയിൽ അവളോട് നീ വർത്തിക്കുന്നു. മൃഗീയമായ നിൻ്റെ ഇന്ദ്രിയാശ ഒരാൾക്ക് സഹിച്ച് ജീവിക്കാനാവുന്നതിൽ കൂടുതൽ നിന്ദ്യമാണ്. അതെല്ലാം മൗനമായി വിധേയത്തോടെ അവൾ സഹിച്ചു. നിനക്ക് വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷയിൽ നിന്നെ ബോധ്യപ്പെടുത്താം, നിന്നെ നല്ലവനാക്കാം, നിന്നെ സമാധാനപ്പെടുത്താം എന്നെല്ലാമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവയെല്ലാം നിന്നെ കൂടുതൽ അസ്വസ്ഥനാക്കുകയാണ് ചെയ്തത്. അത് വളർന്നു നിങ്ങളുടെ വീട് ഒരു നരകം തന്നെയായി. അതിനുള്ളിൽ ലൈംഗിക ആശയുടെയും അസൂയയുടെയും പിശാചുക്കൾ അലറുകയാണ്. അസൂയ. ഒരു ഭാര്യയെ കൊണ്ട് അസൂയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ഭൂഷണമാണുള്ളത്? ഹൃദയത്തിൻ്റെ സ്ഥിതി ഇത്രയും വ്യക്തമാക്കുന്നത് അസൂയയല്ലാതെ മറ്റെന്ത്? അത് വസിക്കുന്നിടത്ത് അയൽക്കാരോടുള്ള സ്നേഹമോ ദൈവസ്നേഹമോ ഉണ്ടാകുകയില്ല. ഭോഷത്വം, ആലോചനാരാഹിത്യം, അടിസ്ഥാനമില്ലായ്മ, ഷാഢ്യം ഇതെല്ലാം അസൂയയുടെയും കൂടപ്പിറപ്പുകളാണ്. അതിൻ്റെ കൂടെ സ്വാർത്ഥതയും. അതേക്കുറിച്ച് എല്ലാം നീ ദുഃഖിക്കേണ്ടതാകുന്നു. അല്ലാതെ സാമ്പത്തിൻ്റെ അന്ത്യം ലംഘിച്ചതിനെക്കുറിച്ച് സാമ്പത്തിൻ്റെ അന്ത്യം ലംഘിച്ചതിനെ കുറിച്ചെല്ലാം നീ അല്ലാതെ സാമ്പത്തിൻ്റെ അന്ത്യം ലംഘിച്ചതിനെക്കുറിച്ചല്ല. പാപപൂർത്തി ലഭിക്കണമെങ്കിൽ നീ നിമിത്തമുള്ള നാശത്തിനെല്ലാം നീ പരിഹാരമുണ്ടാക്കണം. പക്ഷേ കർത്താവേ, അവൾ ഇപ്പോൾ പറയുന്നു അവൾ പോകുകയാണെന്ന്. നീ വന്ന് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അവൾ പറയുന്നത് കേട്ടിട്ട് അവൾ യഥാർത്ഥത്തിൽ നിർദോഷിയാണോ എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ഏക വ്യക്തി നീ മാത്രമാണ്. മനുഷ്യ,
ഏയ് മനുഷ്യ, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ നിനക്ക് താല്പര്യമില്ല. കർത്താവെ, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ഹൃദയത്തിൽ വ്യത്യാസം വരുത്തണമേ. അത് സത്യമാണ്. അവളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. ഐന്ദ്രികാസുഖത്തിനായിട്ട് ആണെന്നുള്ളത് വാസ്തവമാണ്. യഥാർത്ഥ സ്ഥിതി നീ കണ്ടു കഴിഞ്ഞു. എനിക്കെല്ലാം ഒരു മൂടലായിരിക്കുകയാണ്. ഞാൻ കർത്താവ് നിന്നോട് പറയുന്നു, പ്രകാശത്തിലേക്ക് വരിക. ഇന്ദ്രിയാസക്തിയുടെ കത്തിക്കാളുന്ന സംരംഭത്തിൽ നിന്നും പുറത്തു കടക്കുക. അത് എത്ര ഭീകരമാണ്! അത് ആദ്യം നിനക്ക് വിഷമം വരുത്തും. എന്നാൽ നല്ലൊരു ഭാര്യയെ നഷ്ടപ്പെടുത്തുന്നതും നരകത്തിന് അർഹനാക്കുന്നതും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നിന്റെ സ്നേഹമില്ലായ്മയ്ക്ക്, ദൂഷണം, വ്യഭിചാരം എന്നിവയ്ക്കും നിന്റെ ഭാര്യയുടെ പാപങ്ങൾക്കും നീ പരിഹാരം ചെയ്യേണ്ടി വരും. കാരണം സ്വന്തം ഭാര്യയെ വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നു എന്ന് നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ സാത്താനെ 1 മാസത്തേക്കെങ്കിലും എതിരിടാമെങ്കിൽ കുറഞ്ഞപക്ഷം 1 മാസത്തേക്കെങ്കിലും നിന്റെ പേടി സ്വപ്നം അവസാനിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. നീ എന്നോട് വാഗ്ദാനം ചെയ്യുമോ? ഓ കർത്താവെ, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരു അഗ്നിയാണ്. അത് നീ കെടുത്തുക. നിനക്ക് ശക്തിയുണ്ടല്ലോ. അവൻ മുട്ടിമേൽ നിന്ന് 2 കരങ്ങൾ കൊണ്ട് തല താങ്ങി പിടിച്ച് കരയുകയാണ്. ഞാൻ കർത്താവ് ബ്രാക്കറ്റിൽ അതിനെ നശിപ്പിക്കാം. ഞാൻ അതിനെ പരിമിതപ്പെടുത്താം. ഈ സാത്താനെ ഞാൻ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യാം. എന്നാൽ നീ ധാരാളം പാപം ചെയ്തു. നിന്റെ സുഖപ്രാപ്തിക്കായി നീ തന്നെ വളരെ അധ്വാനിക്കണം. എൻ്റെ പക്കൽ വന്ന് മാനസാന്തരപ്പെട്ടവർ പുതിയവരായി തീരാൻ വന്നത്. സ്വതന്ത്രരാവാൻ ആഗ്രഹിച്ച് അവർ നേരത്തെ അധ്വാനിച്ചവരാണ്. സ്വന്തം ശക്തിയാൽ ശ്രമിച്ചവർ. അതായിരുന്നു അവരുടെ രക്ഷയും ആരംഭവും. കർത്താവ് പറയുന്നു, നീ ഇവിടെ വന്നത് അവർക്ക് കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അവൾ നഷ്ടപ്പെടുമോ എന്നറിയാനും വേണ്ടിയാണ്. നിന്റെ ആനന്ദത്തിൻ്റെ ഉറവ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സഹായിക്കണം. നിന്റെ സാത്താനെ 1 മാസത്തേക്കല്ല 3 മാസത്തേക്ക് ഞാൻ പരിമിതപ്പെടുത്താം. ആ സമയത്ത് നീ ധ്യാനിച്ച് ഉയർത്തെഴുന്നേൽക്കുക. ഒരു ഭർത്താവിനെ പോലെ പുതിയ ജീവിതം ആരംഭിക്കാമെന്ന് നിശ്ചയിക്കുക. ആത്മാവ് എന്ന ദാനമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതുവരെ ജീവിച്ചതുപോലെയുള്ള മൃഗീയമായ ഒരു ജീവിതമല്ല. പ്രാർത്ഥനയും ധ്യാനവും കൊണ്ട് ശക്തിപ്പെടുത്തിയിട്ടുള്ള ജീവിതം ഒരു ദാനമായി ഞാൻ നൽകാൻ പോകുന്നു. സമാധാനമുള്ള ജീവിതം. 3 മാസത്തേക്ക് അധ്വാനിച്ച് നിത്യജീവൻ നേടിയെടുക്കാൻ പഠിക്കുക. നിന്റെ ഭാര്യയുടെ സ്നേഹവും സമാധാനവും വീണ്ടും നേടിയെടുക്കാൻ പഠിക്കുക. നിന്റെ വീടിൻ്റെയും പോയിക്കൊള്ളുക. എന്നാൽ കർത്താവേ, അവളോട് ഞാൻ എന്തു പറയും? ഞാൻ അവളുടെ അടുത്തെത്തുമ്പോൾ അവൾ പോകാൻ തയ്യാറായിട്ടായിരിക്കും നിൽക്കുന്നത്. ഞാൻ എന്തു പറയും? അനേക വർഷങ്ങളായി അസത്യം പറഞ്ഞ് തഴകിയ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ നഷ്ടപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കാത്തതാണെന്ന് എങ്ങനെ ഞാൻ പറയും? ദയവായി കർത്താവെ, നീ എൻ്റെ കൂടെ വരാമോ? കർത്താവ് പറയുന്നു, എനിക്ക് വരാൻ സാധ്യമല്ല. പക്ഷേ ഇത് വളരെ ലളിതമാണ്. നീ എളിമയുള്ളവനാകൂ. അവളെ ഒറ്റയ്ക്ക് വിളിച്ച് നിൻ്റെ ഈ പീഡനം പറയുന്നു. അവളോട് പറയണം, ദൈവത്തോട് പാപപൂർത്തി ലഭിക്കണമെങ്കിൽ അവൾ നിനക്കായി പ്രാർത്ഥിക്കണം. അവൾ ആദ്യം പൊറുക്കണം. ഓ സന്തോഷരഹിതനായ മനുഷ്യൻ, നിൻ്റെ ലൈംഗികാസക്തി മൂലം എന്തുമാത്രം സമാധാനം, എന്തുമാത്രം നന്മ നീ അലസിപ്പിച്ചു കളഞ്ഞു. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമില്ലായ്മ നിമിത്തം എത്രയധികം തിന്മ നീ വരുത്തിവെച്ചു. സ്നേഹത്തിൻ്റെ ക്രമം തെറ്റാൽ എത്ര വിനയായി എഴുന്നേറ്റ് സമാധാനമുള്ള മനസ്സോടെ പോകൂ. നിന്നോട് നന്മയും വിശ്വസ്തയും വർത്തിച്ച ഭാര്യ നിന്നേക്കാൾ വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിഞ്ഞുകൂടാ. നിന്നെ ഉപേക്ഷിച്ച് പോകുന്നത് അവൾക്ക് വിഷമമാണ്. നിന്നിൽ നിന്ന് ഒരു വാക്കിനായി അവൾ കാത്തിരിക്കുകയാണ്. അത് കിട്ടിയാലുടനെ അവൾ പറയും, നിന്നോടെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇനി നിനക്ക് പോകാം.
ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ജീവിതം പഠിക്കുമ്പോഴേക്കും അത് പകുതി കഴിയും. എന്തിനൊക്കെയോ വേണ്ടിയുള്ള തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം ജീവിതം. ജീവിതത്തിന് ഒരു കുഴപ്പമുണ്ട്. ജീവിതം എന്താണെന്ന്, എന്തൊക്കെയാണ്, ഏതാണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും അതിൻ്റെ പകുതിയിലേറെയും കടന്നുപോയിരിക്കും. പിന്നെയുള്ളത് ആകെ ഇത്തിരി സമയം. ആ സമയത്തെയാണ് എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ പാഴാക്കി കളയുന്നത്. അതിവേഗത്തിൽ പോകുന്ന ഒരു തീവണ്ടിയിലെ യാത്രക്കാരനെ പോലെയാണ് നമ്മളൊക്കെയും. എത്താനുള്ള സ്റ്റേഷനെ പറ്റിയും അവിടെ എത്തിയിട്ട് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ തലപുകഞ്ഞ് ആലോചിക്കുന്നതിനിടയിൽ ജനാലക്കരികിലൂടെ കിട്ടുന്ന മനോഹരമായ കാഴ്ചകളെ അനുഭവിക്കാൻ മറന്നുപോകുന്ന യാത്രക്കാരൻ. നമ്മുടെ സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഈ ലോകത്ത് വേറൊരാളെ കൊണ്ടും കഴിയില്ല. അത് മാറ്റിവെക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഇഷ്ടത്തെയൊക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ച് മറ്റാർക്കൊക്കെയോ ഇഷ്ടപ്പെടാനുള്ള ഒന്നായി നമ്മളെ മാറ്റുന്നു. വൈകിപ്പോയി, ഇനി സമയമില്ല എന്ന് വാർദ്ധക്യത്തിൽ ഇരുന്ന് വിഷമിച്ച് കരയുന്ന എത്രയെത്ര മനുഷ്യരാണ് നമുക്ക് ചുറ്റിനുമുള്ളത്. ആവശ്യത്തിലേറെ സമയവും അതിലേറെ സാഹചര്യങ്ങളും അതിനൊപ്പമുള്ള ആരോഗ്യവും ഒരിക്കലവർക്കുണ്ടായിരുന്നതാണ്. അന്ന് അതിനെയൊക്കെ ആർക്കൊക്കെയോ വേണ്ടി ചെലവഴിച്ചപ്പോൾ അതിൽ പകുതിയോളമെങ്കിലും അവനു വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് കണ്ണുനീർ വാർക്കില്ലായിരുന്നു. ഓടി ഓടി കിതച്ച് തളർന്ന് ഒരിടത്ത് നിൽക്കുമ്പോൾ ആ ഓട്ടം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ആലോചിക്കുന്നതിൽ എന്തർത്ഥം? ഈ നിമിഷം ഇത് നമ്മുടേതാക്കി നമുക്ക് ജീവിക്കാം. വൈകിപ്പോയി എന്ന് പറയാൻ ആർക്കും ഇടവരാതിരിക്കട്ടെ. ചിലർക്കൊപ്പം നമ്മൾ സമയം മറന്നുപോകും, ചിലർ സമയത്തിനൊപ്പം നമ്മളെയും. ചിലർ നമ്മളെ മറന്നുപോകുമോ എന്നാലോചിച്ച് നമ്മൾ അവരോട് മിണ്ടുന്നു, അവർ പറയുന്നിടത്ത് ചെല്ലുന്നു. നമ്മളെ തേടി ആരെങ്കിലും വരാറുണ്ട്, നമുക്ക് വേണ്ടി യാത്ര ചെയ്ത് സമയം മാറ്റിവെച്ചിട്ട്. ഇന്നത്തെ ലോകത്ത് സമയം നൽകുന്നവരാണെന്ന് ഏറ്റവും വിലമതിക്കപ്പെടുന്നവർ. മറ്റൊരാൾ കോർത്തുവെക്കാൻ പാകത്തിൽ നമ്മൾ സമയം നൽകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ മനുഷ്യൻ നമ്മളുടേതാകും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം അത്രമേൽ സുന്ദരമാകും. ഈ പ്രായവും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം? പ്രിയപ്പെട്ടവരില്ലാതെ ചിലവഴിക്കുന്ന സമയം പ്രായമാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും ജീവിതമാണ്. ചിലർക്കൊപ്പം നമ്മൾ സമയം മറന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ 10:10. എൻ്റെ ജനനവും മരണവും ആഘോഷിക്കാൻ എല്ലാവരുമുണ്ട്. എന്നാൽ എൻ്റെ ജീവിതം അനുകരിക്കാൻ ഒരുത്തനുമില്ല. എന്തിനൊക്കെയോ വേണ്ടിയുള്ള തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ
മിഷണറി ഫ്രീ ഡാമിയോ. The body by bend with age and pain, but the soul must remain upright. Looking to the cross, for it is not physical strength that saves, but fidelity to faith until the last breath. May all of you shepherds always be blessed with good health and long life. കണ്ണുനീർ തുള്ളിയെ ശ്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അതുഭാസനോ ശല്യോ ഷേക്സ്പിയറോ, വ്യാസനോ കാളിദാസനോ അതുഭാസനോ ശല്യോ ഷേക്സ്പിയറോ, അഭിനന്ദനം 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 നിനക്കഭിനന്ദനം. ഇപ്പോൾ ഈ കാണുന്ന 2023, 24, 25, 26 ഇതിലൊക്കെയുള്ള സോവനിയറിൽ കൊടുത്തിട്ടുള്ള കൊല്ലത്തിലൊരിക്കൽ ഇറങ്ങുന്ന തിരുനാൾ സ്മൃതിയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്ന സോവനിയർ ബുക്കിൽ നിന്ന് ഞാൻ പകർത്തുന്നത്, ഫോട്ടോ വീഡിയോ പകർത്തുന്നത്. അതിലെ ഒരു സമർപ്പണം എന്ന് പറഞ്ഞൊരു അധ്യായം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സമർപ്പണം. ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളും പ്രകൃതി ശക്തികളും അതാതിൻ്റെ ജോലി ശരിക്ക് മുറ പോലെ ചെയ്യുന്നു. സൂര്യചന്ദ്രന്മാർ സമയാസമയങ്ങളിൽ അവരുടെ ജോലി ചെയ്യുന്നു. എല്ലാ ജീവികളും വംശവർദ്ധനവ് നടത്തി മനുഷ്യന് സ്വയം സമർപ്പിക്കുന്നു. ചില മൃഗങ്ങൾ പാലിനും മാംസത്തിനുമായി തന്നെ മനുഷ്യന് സമർപ്പിക്കുന്നു. ചില പക്ഷികൾ പരിസരം വൃത്തിയാക്കി തൻ്റെ മാംസം മനുഷ്യന് സമർപ്പിക്കുന്നു. പൂക്കൾ പുഷ്പിച്ച് അത് മനുഷ്യന് മണവും സൗന്ദര്യവും പരത്തുകയും കുട്ടികൾക്ക് കല്യാണത്തിന് ചൂടുവാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ഭൂമിയിലെ ജീവനുള്ളതും ജീവനില്ലാത്തവയുമായ എല്ലാം തന്നെ കുഴിച്ചെടുക്കുന്ന സാധനങ്ങൾ, പെട്രോള്, ഇരുമ്പ് ദൈവം മനുഷ്യനായി നിർമ്മിച്ചു. അവയെല്ലാം സ്വയം മനുഷ്യന് സമർപ്പിച്ചു. വിശപ്പ് മാറിയാൽ ഒരു മൃഗവും പിന്നെ വേട്ടയാടാറില്ല. ഇതെല്ലാം നമുക്ക് തന്ന ദൈവത്തെ സ്തുതിക്കേണ്ട മനുഷ്യൻ അവിടുത്തെ ധിക്കരിക്കുന്നു. താൻ സൃഷ്ടിച്ച എല്ലാത്തിൽ നിന്നും വിഭിന്നമായി കൂടുതൽ സ്നേഹിച്ച് തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുന്നു. മനുഷ്യൻ മാത്രമാണ് ദൈവത്തെ ദ്രോഹിച്ചു കൊന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഉറക്കം കെടുത്തുന്നവരാണ് നാം ഓരോരുത്തരും. നാം ദൈവത്തെ ദ്രോഹിച്ച് ദൈവം നമ്മോട് കരുണ കാണിച്ചു. ഇങ്ങനെ മനുഷ്യൻ്റെ തിന്മകൾ കൂടിയപ്പോൾ ആദ്യം പ്രവാചകന്മാരെ അയച്ചു. പിന്നെ
ആദ്യം പ്രവാചകന്മാരെ അയച്ചു, പിന്നെ ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രൻ തിന്മയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ സ്വന്തം ശരീരം, രക്തം നമുക്കായി തന്നു. എല്ലാ ജീവജാലങ്ങളെ പോലെ ദൈവവും മനുഷ്യനു വേണ്ടി തന്നെ സമർപ്പിച്ചു, ബലിയർപ്പിച്ചു. സകല ജീവജാലങ്ങളും വൃക്ഷലതാദികളും ദൈവേഷ്ടപ്രകാരം സ്വന്തം ശരീരം മനുഷ്യന് സമർപ്പിച്ചതുപോലെ ദൈവപുത്രനും സ്വന്തം ശരീരവും രക്തവും മനുഷ്യന് തന്നെ സമർപ്പിച്ചു. അപ്പോൾ മനുഷ്യരായ നാം ആരാണ്? ദൈവത്തിൻ്റെയും എല്ലാ സൃഷ്ടികളുടെയും മുമ്പിൽ ആരാണ്? നമ്മളെല്ലാവരും അവിടുത്തെ കൂടി ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് രണ്ടാമത്തെ ആഗമനത്തിൽ അന്ത്യനിദ്ര പ്രാപിച്ചവരെല്ലാം കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നില്ല. ഈ കാണുന്നതെല്ലാം 3-4 കൊല്ലമായി നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് നെല്ലിക്കുന്ന് പള്ളിയിലെ തിരുനാൾ സ്മൃതിയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. വിശ്വപ്രകാശമാണു ഞാൻ, വിണ്ണിൽ പ്രദീപമാണു ഞാൻ, മണ്ണിൻ്റെ മക്കളെ പ്രാണൻ പകരുന്ന വെള്ളി വെളിച്ചമാണു ഞാൻ. തിന്മതൻ കൂരിരുൾ തിങ്ങുന്ന ഭൂമിയിൽ നന്മതൻ പൊൻകതിർ നേടുവോരേ, ജീവൻ്റെ പൂവാടി നൽകിടാം നിങ്ങളൻ കാലടിപ്പാടുകൾ പിന്തുടർന്നാൽ. മൃത്യുവിൻ താഴ്വര തോറുമുഴലുന്ന മർത്യരെ നിങ്ങൾ ഉണർന്നെണീപ്പിൻ. സ്വർഗരാജ്യത്തിൻ്റെ മക്കളുടെ സ്വാതന്ത്ര്യം ഉൾക്കനീവോടേകും രക്ഷകൻ ഞാൻ. ഉണ്മയാം തേന്മലർ നേടാൻ നിഴലിൻ്റെ വൻമണൽ കാട്ടിൽ തപിക്കുവോരേ, അക്കനാൽ ഭൂമിയിൽ നിങ്ങളെ ചേർക്കുന്ന സത്യവും പാതയും എന്നുമീ ഞാൻ. വിശ്വപ്രകാശമാണു ഞാൻ. ഈ പാട്ട് എഴുതിയ ഒരു പുസ്തകം എൻ്റെ അമ്മയുടെ വല്യപ്പൻ്റെ മോൻ കാൽവരി ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. തൃശ്ശൂർ കാൽവരി ആശ്രമത്തിൽ. ക്ലീറ്റസ് എലുവത്തിങ്കൽ എൻ്റെ അമ്മയുടെ വല്യപ്പൻ്റെ മോനാണ്. സ്വന്തം അമ്മയുടെ വല്യപ്പൻ്റെ മോൻ. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടും പേരും എലുവത്തിങ്കലാണ്. എൻ്റെ സ്വന്തം അമ്മയുടെ വീട്ടും പേരും എലുവത്തിങ്കലാണ്. തറവാട്ട് പേര് ഒന്നാണെന്ന് മാത്രം. കാൽവരി ആശ്രമത്തിലെ ഈ ക്ലീറ്റസ് ബ്രദറാണ്. ഞാൻ അച്ഛനെന്ന് വിളിക്കുന്നു. ഒരു നിലയ്ക്ക് എൻ്റെ അങ്കിളാണല്ലോ. എൻ്റെ അമ്മയുടെ വല്യപ്പൻ്റെ മോനായാലും ആ നിലയ്ക്ക് അച്ഛൻ ആണ് ഞാൻ വിളിക്കുക, ക്ലീറ്റസ് അച്ഛൻ. ആ അച്ഛൻ 90 വയസ്സ് കഴിഞ്ഞു മരിക്കുമ്പോൾ. അച്ഛൻ മരിക്കണതിന് 2 ദിവസം മുന്നും മരിച്ചിട്ടുമെല്ലാം ഞാൻ പോയിരുന്നു. അച്ഛൻ മരിക്കുന്നതിനും കുറേ മുന്നും ഇടയ്ക്ക് പോവാറുണ്ട്. അങ്ങനെ പോയപ്പോൾ എനിക്ക് ഒരു പുസ്തകം തന്നു, ഒരു പാട്ട് പുസ്തകം. ഇടയ്ക്ക് കീറി കുറേ പാട്ടുകളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, അത്ര നോക്കിയിട്ടും ട്യൂൺ ചെയ്ത് പാടിയിട്ടില്ല. പക്ഷേ ഈ പാട്ട് മാത്രം ഞാൻ ട്യൂൺ ചെയ്ത് എനിക്ക് എൻ്റെ ക്ലീറ്റസ് അച്ഛൻ തന്നതാണ്. മരിക്കുന്നതിനേക്കാളും മുന്നേ 90 വയസ്സായി മരിച്ചപ്പോൾ കാൽവരി ആശ്രമത്തിലുണ്ടായിരുന്ന ക്ലീറ്റസ് അച്ഛൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളുടെ പട്ടം കിട്ടുന്നതിനേക്കാളും മുന്നേ മരിച്ച മാണിച്ചൻ. അപ്പോൾ ക്ലീറ്റസ് അച്ഛൻ്റെ എളാപ്പൻ്റെ മോനാണല്ലോ എൻ്റെ മാണിച്ചൻ, എൻ്റെ അമ്മയുടെ ആങ്ങള. മാണിച്ചൻ 1964 മരിച്ചപ്പോൾ അച്ഛൻ ആ വീട്ടിൽ ചെന്നപ്പോൾ
കുറച്ച് പാട്ട് പുസ്തകം കിട്ടി. അതിലൊരു പാട്ട് പുസ്തകമാണ് ഈ ബുക്ക്. ഇത് മോൾക്കിരിക്കട്ടെ. മോളുടെ പട്ടം കിട്ടുന്നതിനേലും മുന്നേ മരിച്ചുപോയ അങ്കിളിൻ്റെ റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയ പാട്ട് പുസ്തകം ഞാനിത് മോളെ ഏൽപ്പിക്കുകയാണ്. ഈ പാട്ട് ഞാൻ തന്നെയാണ് ട്യൂൺ ചെയ്ത് പാടിയത്. എഴുതിയത് ഞാനല്ല. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. എന്തായാലും എനിക്ക് ട്യൂൺ ചെയ്ത് പാടാനും പറ്റി. ഞാൻ കുറേ 10-25 പള്ളിയിൽ കുർബാനയ്ക്ക് കൊടുക്കുന്ന നേരത്ത് പാടിയിട്ടുണ്ട്. അച്ഛന്മാരോട് അനുവാദം ചോദിച്ചിട്ട് കുർബാനയ്ക്ക് കൊടുക്കുന്ന നേരത്തെ ദിവസങ്ങളിൽ എല്ലാം കഴിഞ്ഞതിന് എനിക്ക് ഇതൊക്കെ സാധിച്ചതിന് ഞാൻ ദൈവത്തോടും എൻ്റെ അങ്കിളിനോടും ക്ലീറ്റസ് അച്ഛനോടും എല്ലാവരോടും, പട്ടം കിട്ടുന്നതിന് മുൻപ് മരിച്ച അച്ഛനോടും സാക്ഷാൽ ദൈവത്തോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് എല്ലാം കഴിയുന്നതിനെ ഓർത്ത്. അതുപോലെ ഈ രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന പുസ്തകത്തിൻ്റെ പരസ്യവും 2023 നെല്ലിക്കുന്ന് സോവിനിയർ തിരുനാൾ സ്മൃതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. സത്യം പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാവാം, ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ലായിരിക്കാം. എന്നാൽ മറ്റു ശബ്ദങ്ങളിൽ നിന്ന് തളർന്നാൽ എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കില്ല. മഹാത്മാഗാന്ധി. കുടുംബജീവിതം നയിക്കുന്ന ദമ്പതിമാരോട് കർത്താവിൻ്റെ അഭിമുഖ സംഭാഷണം. കടപ്പാട്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. മറിയം വാൾത്തോർത്ത ബുക്കിൽ നിന്ന്. കർത്താവ് മറിയം വാൾത്തോർത്തയ്ക്ക് മറിയം വാൾത്തോർത്ത മരിക്കുന്നതിനേക്കാളും മുൻപ് പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ ഞാൻ വായിച്ചത്. ഇതും ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഭർത്താവിൻ്റെയും അഭിമുഖ സംഭാഷണം. കുടുംബജീവിതം നയിക്കുന്ന ദമ്പതിമാരോട് കർത്താവിൻ്റെ അഭിമുഖ സംഭാഷണം. ഇതൊരു ചെറിയ ആർട്ടിക്കിളാണ്. സെൻറ് തോമസ് കോളേജിൻ്റെ സോവിനിയറിൽ വന്നിട്ടുണ്ട്. രാജാവായിരുന്നിട്ടും പാവം ഈശോ, വളരെ വിസ്തൃതമായ ഒരു രാജ്യത്തിൻ്റെ അധിപൻ. ഇതും ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ. അതുപോലെ ഇതും പിതാവിൻ്റെ മാണിക്യം. ഇതും ഒരു വർഷത്തെ 2024 തിരുനാൾ സ്മൃതിയിൽ വന്നിട്ടുള്ളതാണ്. പിതാവിൻ്റെ മാണിക്യം എന്ന ഈ ആർട്ടിക്കിൾ. ഈ പിതാവിൻ്റെ മാണിക്യം എന്ന ഈ പേരിലാണ് ഞാൻ എൻ്റെ ഇനി ഇറങ്ങാൻ പോകുന്ന ഒരു കൊച്ചു ബുക്കും കൂടിയും ഞാൻ ഇറക്കുന്നുണ്ട്. അധികം പേജുകളൊന്നുമില്ല. ചാരിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ 100 രൂപയെ വിലയുള്ളൂ. എല്ലാവരും മേടിക്കുമെന്ന് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ മാണിക്യം പുസ്തകത്തിൻ്റെ പേര്. നെല്ലിക്കുന്ന് പള്ളിയിലെ 2024 തിരുനാൾ സ്മൃതിയിൽ വന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിർത്തട്ടെ.